ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു എഗ് ബുർജി ടോസ്റ്റാണ് ചെയ്യണത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ആദ്യം ഞാനൊരു ബൗളിൽ കുറച്ച് മയോനൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയോനൈസിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എത്ര ബ്രെഡാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മയോനൈസ് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിന ഇലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാനിവിടെ 3 ബ്രെഡിനുള്ള അളവുകളാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് എഗ് ബുർജി തയ്യാറാക്കാം. അതിനുവേണ്ടി പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. സവാള വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വേവുന്നത് വരെ പാൻ ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കരിയാതിരിക്കാൻ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ടക്കും കൂടെ ചേർത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 3 എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രം മുട്ട ഒഴിച്ചു കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എഗ് ബുർജി റെഡിയായി. ഇനി ഒരു ബ്രെഡ് സ്ലൈസ് എടുത്ത് അതിൻ്റെ ഒരു വശത്ത് മയോനൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് എഗ് ബുർജി വെച്ച് അതിന് മുകളിൽ കുറച്ച് ചീസ് കൂടെ വെച്ച് കൊടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ചീസെല്ലാം നന്നായി മെൽറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യാം.
ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അടച്ചു വെക്കാം. നമ്മുടെ എഗ് ബുർജി ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.